ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള മത്സരം തന്നെ ഗോപാലകൃഷ്ണൻ അത്ര ഇഷ്ടമുള്ളതല്ലായിരുന്നു. നമുക്ക് എന്തായാലും ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പൊതുരാഷ്ട്രീയ ചിത്രം കൂടി എന്താണ് എന്നുള്ളത് പരിശോധിക്കാം. ഗുരുവായൂർ നിയമസഭയിലെ ആദ്യ പ്രതിനിധി കോൺഗ്രസിൽ നിന്നുള്ള PK കോരുവാണ്. മുസ്ലിം ലീഗ് കൈയടക്കി വെച്ചിരുന്ന കാഴ്ചയാണ് പിന്നീട് ദീർഘനാൾ മണ്ഡലത്തിൽ കണ്ടത്. സ്വതന്ത്രന്മാരും വിജയിച്ചു കയറി. 2006 മുതൽ 2016 വരെ CPM-ൽ നിന്നും KV അബ്ദുൽ ഖാദർ മണ്ഡലത്തിൽ തുടരെ വിജയിച്ചു കയറി. 2021 തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി പരിശോധിക്കാം. നോക്കൂ, 2021 CPM-ൽ നിന്നും NK അക്ബറാണ് ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. അന്ന് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ള വോട്ടുകളുടെ എണ്ണം 77,072 വോട്ടുകൾ, അതായത് 52.52% വോട്ടുകളുമായിട്ടാണ് അദ്ദേഹം വിജയിച്ചു കയറുന്നത്. KN ഖാദർ മുസ്ലിം ലീഗിൽ നിന്നും 58,804 വോട്ടുകളാണ് അദ്ദേഹത്തിന് നേടാനായത്. 40.07% വോട്ട് നേടിക്കൊണ്ടാണ് അദ്ദേഹം, അതായത് രണ്ടാം സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നത്. ഇനി BJPയെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വെക്കാൻ പോലും സാധിച്ചിരുന്നില്ല എന്നതാണ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ചയായി അവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവുക. DSP-യിൽ നിന്നുള്ള ആളായിരുന്നു അവിടെ ദിലീപ് നായർ. DSP-യിൽ നിന്നും മത്സരത്തിനായി ഇറങ്ങി അദ്ദേഹത്തിനുള്ള പിന്തുണയാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണയാണ് നൽകിയത്. 6,294 വോട്ടുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. 4.29% മാത്രം വോട്ടുകൾ. ഇനി നമ്മൾ CPM-ന്റെ ബാക്കി കണക്കിലേക്ക് കൂടി വരികയാണെങ്കിൽ 2006 ഉണ്ടായിരുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് 9,968 വോട്ടുകളായിരുന്നു. 2016 അത് 10,098 ഉയർത്തി. 2021 18,268 വോട്ടായി ഉയർന്നു. അപ്പോൾ അങ്ങനൊരു മണ്ഡലത്തിലാണ് വർഗീയ ധ്രുവീകരണം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നിലവിലിപ്പോൾ വോട്ട് പിടിക്കാനുള്ള നീക്കങ്ങൾ B. ഗോപാലകൃഷ്ണൻ നടത്തുന്നത്.